കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് അവിടെ തലമുറകളായി താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് കേരളത്തിലെ ഒരു മന്ത്രിക്ക് അമേരിക്കയിൽ സ്വീകരണം നടക്കുന്നു, ആ ചടങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേരളത്തിലെ മന്ത്രിമാരാരും അങ്ങനെ അമേരിക്കയിൽ സ്വീകരണത്തിന് ഒന്ന് പോകാനുള്ള സമയമായില്ല, അവാർഡ് കൊടുക്കാൻ കയറിയിട്ട് 2 മാസമേ ആയുള്ളൂ. അപ്പോൾ പിന്നെ എന്തായിരിക്കും, ആർക്കായിരിക്കും എന്നുള്ള സംശയത്തിൽ ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രോഗ്രാമിന് ശേഷം എനിക്ക് ഈ കാണുന്ന കാർഡുകളും ഡീറ്റെയിൽസും അയച്ചത്. മലയാളിയാണോ എന്ന് ചോദിച്ചാൽ മലയാളിയാണ്, എന്നാൽ മലയാളി അല്ലേ എന്ന് ചോദിച്ചാൽ മലയാളി അല്ലാത്തൊരാളിനാണ് അവിടെ അവാർഡ് കൊടുത്തത്. അത് വേറെ ആരുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തെ വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു മന്ത്രിക്കാണ്. ഹെൽത്ത് മിനിസ്റ്റർ ഖാദർ ടു ബി ഓണേർഡ് വിത്ത് സിവിക് ലീഡർഷിപ്പ് അവാർഡ് ഇൻ US. അതായത് അമേരിക്കയിലെ സിവിക് ലീഡർഷിപ്പ് അവാർഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു അവാർഡ് UT ഖാദർ എന്ന് പറയുന്ന കർണാടകയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നൽകുന്ന ചടങ്ങാണ്. ആ പരിപാടിയുടെ ദൃശ്യങ്ങളും അയച്ചു തരികയുണ്ടായി. കാണാമത്. Honorable Minister, Karnataka State Minister for Health, Dr. Khalid Farid. Please give him a big round of welcome. Our Honorable Minister of Health and Family Welfare, Honorable Khalid Farid, the recipient of the Global Civic Leadership Award, a visionary statesman and compassionate public servant. UT Khalid Farid has devoted his career to advancing inclusive governance, expanded access to quality healthcare, and improving the lives of millions through transformative public service. As a 5-term legislator, former Speaker of the Karnataka Legislative Assembly, and Karnataka's Minister for Health and Family Welfare. അതെ, അങ്ങനെയാണ് ഈ UT ഖാദറിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിച്ചതും വായിച്ചതും. അപ്പോഴാണ് ഏറ്റവും പ്രതികൂലമായ, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തീവ്രവർഗീയ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ ചില മണ്ഡലങ്ങളിൽ നിന്ന് തുടർച്ചയായി ജയിക്കുന്ന ഒരാളിൻ്റെ പേരാണ് UT ഖാദർ. കാരണം ആ ജയിക്കുന്ന ഉടുപ്പി പോലെയുള്ള മേഖലകൾ വരുന്ന മണ്ഡലങ്ങൾ ഒരിക്കലും UT ഖാദറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ പേരുകാരനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ദക്ഷിണ കന്നഡ, ഉടുപ്പി തുടങ്ങിയ തീവ്ര നിലപാടുകളുള്ള മേഖലയിൽ നിന്നാണ് അദ്ദേഹം എല്ലാ BJP തരംഗങ്ങൾക്കിടയിലും 2007, 2008, 2013, 2018, 2023 എന്നീ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ഒരു MLA ആയി മാറിയെന്ന് മാത്രമല്ല, 2018 ദക്ഷിണ കന്നഡയിൽ കടുത്ത BJP തരംഗത്തിൽ എല്ലാവരും കടപുഴകി വീണപ്പോൾ ആ കടപുഴകി വീഴാതെ കരുത്തോടെ തൻ്റെ മണ്ഡലം സൂക്ഷിച്ച ആളിൻ്റെ പേരാണ് UT ഖാദർ. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു അവിചാരിതമായിട്ടല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തികച്ചും അവിചാരിതമായിട്ടാണ്. മംഗളൂരുവിൽ BA LLB പഠനമൊക്കെ കഴിഞ്ഞിട്ട് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായും ഒക്കെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് 2007 ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് മണ്ഡലത്തിലെ ജനപ്രിയ MLA ആയിരുന്ന UT ഫരീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം ആ പിതാവിൻ്റെ പുത്രനായി അവിടെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് പിന്നീട് തുടർച്ചയായി 5 വർഷങ്ങളിലും 5 വിജയങ്ങൾ നേടി കരുത്തോടെ എല്ലാ പ്രതിസന്ധികളും കടന്ന് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2023 അദ്ദേഹം സ്പീക്കറായി. 2013-16 കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ആ കാലത്തിന് ശേഷം 16-18 ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു. 2018-19 അദ്ദേഹം നഗരവികസനം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. തുടങ്ങിയ നിരവധിയായ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം 2023 സ്പീക്കറായിരുന്നു. ഇപ്പോൾ ആ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി തുടരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളെ
വളരെ ശ്രദ്ധേയമായ രീതിയിൽ നൽകിയ സംഭാവനകളെ തുടർന്നാണ് സിവിക് ലീഡർഷിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ മുൻനിർത്തിയുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് അമേരിക്കൻ കമ്മ്യൂണിറ്റി നൽകുന്നത്. 2013-16 കാലഘട്ടത്തിൽ ആരോഗ്യഭാഗ്യ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരികയും നിരവധിയായ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ഈ ആംബുലൻസ് ബൈക്ക് എന്ന് പറയുന്നൊരാശയം, കാരണം കർണാടക ടൗണിലൊക്കെ ഈ ആംബുലൻസ് ഓടിപ്പോകാനുള്ള ഗതാഗത പ്രശ്നങ്ങളും ചിലപ്പോൾ എത്തിച്ചേരാനുള്ള പ്രയാസവും കൊണ്ട് ആംബുലൻസ് ബൈക്ക് എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവരികയും പുകയില ഉൽപ്പന്നങ്ങൾക്കും ഗുഡ്കയ്ക്കും കടുത്ത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അവിടെ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരികയും വളരെ സവിശേഷമായ അന്നഭാഗ്യ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തത്. പിന്നെ ഭവന നിർമ്മാണവും നഗരവികസനവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഈ ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുന്നതിനും അതുപോലെ കുടിവെള്ള പ്രശ്നത്തിനും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും ഒക്കെ ഒരുക്കുന്ന ഒരുപാട് ഭാവനാസമ്പന്നമായ പദ്ധതികൾ അദ്ദേഹം കർണാടകയിൽ നടപ്പിലാക്കി. നിയമസഭാംഗമായിരിക്കെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിക്കുകയും സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിന് 2022 സദനവീര എന്ന് പറയുന്നൊരു അവാർഡും അദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഇപ്പോൾ സ്പീക്കറായിരുന്നെങ്കിലും പുനഃസംഘടന വന്ന് DK മുഖ്യമന്ത്രിയായപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഈ പ്രവർത്തന കാലഘട്ടങ്ങളിലൊക്കെ കർണാടക പോലെ ഒരു സംസ്ഥാനത്ത് കേരളവുമായി ഏറെ വൈകാരിക ബന്ധമുള്ള, മലയാളികൾ ധാരാളമുള്ള, എല്ലാ മനുഷ്യർക്കും സ്വീകാര്യനായ ഒരു ജനപ്രതിനിധിയായി മാറി എന്നതുകൊണ്ടാണ് സിവിക് ലീഡർഷിപ്പ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധേയമായ അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിച്ചത്. അഭിനന്ദനങ്ങൾ. അത്തരം വേറിട്ട മനുഷ്യർ വേറിട്ട ചിന്തകളും നിലപാടും കൊണ്ട് ശ്രദ്ധേയരായി നിലനിൽക്കട്ടെ.